ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്റ്റോറി ആയിട്ടാണ്. കേൾക്കാം. ഞാനും അമ്മയും അനിയനും അച്ഛനും അടങ്ങിയതാണ് എൻ്റെ ഫാമിലി. അമ്മ വത്സല ഒരു മീഡിയം സുന്ദരി സ്കൂൾ ടീച്ചറാണ്. മിക്കവാറും സാരിയാണ് ഉടുക്കാറ്, വല്ലപ്പോഴും നൈറ്റി. ഞങ്ങളുടെ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിലൊന്നിൽ അച്ഛനും അമ്മയും കിടക്കും, അടുത്ത റൂമിൽ ഞാനും അനിയനും. 3-മത്തെ മുറി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. അവിടെ ഒരു കട്ടിലുണ്ട്, ആരും കിടക്കാറില്ല. ബെഡുണ്ടായിരുന്നില്ല. ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിച്ചിരുന്ന സമയമാണ് സംഭവങ്ങളുടെ തുടക്കം. ഞാൻ ചില മറ്റേ ടൈപ്പ് ഫിലിമുകൾ കാണാറുണ്ടായിരുന്നെങ്കിലും അമ്മയോട് അങ്ങനെ മോഹമൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ഇൻ്റർനെറ്റിലെ കൊച്ചു കഥകൾ വായിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും എനിക്കിഷ്ടപ്പെടാതിരുന്ന മറ്റേ ടൈപ്പ് കഥകൾ പതിയെ എൻ്റെ പ്രിയപ്പെട്ടതായി മാറി. വീട്ടിലാകെ ഉണ്ടായിരുന്ന അമ്മ എന്ന സുന്ദരി എൻ്റെ നായികയായി പതിയെ മാറുകയായിരുന്നു. അമ്മയെ ആലോചിച്ചുകൊണ്ട് ആ കഥകൾ വായിക്കുന്നത് എന്നെ ആവേശഭരിതനാക്കിയിരുന്നു. നേരെ അമ്മയുടെ അടുത്തത് പ്രകടിപ്പിക്കാൻ മടിയായിരുന്നെങ്കിലും ഞാൻ അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. രാവിലെ കുളി കഴിഞ്ഞ് ബ്ലൗസും അടിപ്പാവാടയും ധരിച്ച് നടക്കാറുള്ള അമ്മയുടെ ശരീര വടിവുകളും ലാവണ്യവും എൻ്റെ മനസ്സിനെ കുളിരണിയിച്ചു തുടങ്ങി. ചില സമയങ്ങളിൽ അമ്മയുടെ പാവാടക്കെട്ടിൻ്റെ ചരടും അതിലൂടെ കാണുന്ന അമ്മയുടെ കളർഫുൾ കാഴ്ചകളും എന്നെ കൊതിപ്പിച്ചിരുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും ആ ദിവസങ്ങളിൽ അമ്മയെ ചുറ്റിപ്പറ്റി നടന്നിരുന്നു. അമ്മയുടെ സാമീപ്യം കൂടുതൽ ആഗ്രഹിച്ച ഞാൻ അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കാൻ തുടങ്ങി. അരയ്ക്കാനും തീ കത്തിക്കാനും അത്യാവശ്യ പാചകങ്ങളിലും ഞാൻ അമ്മയെ സഹായിച്ച് അമ്മയോട് കൂടുതൽ അടുത്തു. അമ്മ അലക്കിക്കഴിഞ്ഞ തുണികൾ വിരിച്ചിടുന്നതിനിടയിൽ പലപ്പോഴും അമ്മയുടെ ബ്ലൗസും അടിപ്പാവാടയും ഞാൻ തൊട്ടറിഞ്ഞു. അതെന്നെ ആവേശം കൊള്ളിച്ചിരുന്നു. അമ്മ തുണികൾ അടുക്കി വെച്ചിരുന്ന 3-മത്തെ ബെഡ്റൂമിൽ ഞാൻ തുണികൾ മടക്കി വയ്ക്കുമ്പോൾ അമ്മയുടെ തുണിയൊക്കെ ഞാൻ പരിശോധിക്കുമായിരുന്നു. ബൈക്ക് ഓടിക്കാൻ ശീലിച്ചു കഴിഞ്ഞിരുന്ന ഞാൻ പലപ്പോഴും അമ്മയെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അമ്മയുടെ ശരീരസ്പർശനങ്ങൾ വളരെ കുറവ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. വൈകാതെ ഞാനും അമ്മയും വളരെയധികം അടുത്തു. നല്ല കമ്പനിയായി. അമ്മ സ്കൂളിൽ നിന്ന് വന്ന ശേഷം ഡ്രസ്സ് മാറി കുളിക്കുമായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും ഒരു കുളിമുറിയാണ് ഉപയോഗിക്കാറുള്ളത്. വൈകിട്ട് അമ്മയുടെ കുളി കഴിഞ്ഞ് അതിനുശേഷം കുളിക്കുന്നത് ഞാൻ ശീലമാക്കി. അതിന് കാരണമുണ്ടായിരുന്നു. അമ്മ കുളിക്കുമ്പോൾ പകലണിഞ്ഞ വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടി അവിടെ ഒരു ബക്കറ്റിലിടുമായിരുന്നു. അങ്ങനെ അമ്മ ഉപയോഗിച്ചതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ കിട്ടുമായിരുന്നു. അത്താഴം കഴിഞ്ഞ ശേഷം ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലിട്ടിട്ടുള്ള ബെഞ്ചിലിരുന്ന് അടുത്ത ദിവസത്തേക്കുള്ള നോട്ടുകൾ തയ്യാറാക്കുന്ന അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ പഠിക്കുന്നത് മെല്ലെ ശീലമാക്കി. അനിയൻ നേരത്തെ ഉറങ്ങും. 10 മണിയാകുമ്പോൾ അച്ഛനും മിക്കവാറും ഉറങ്ങും. ഞാനും അമ്മയും ഉറങ്ങാൻ 11 മണി കഴിയും. 1 മണിക്കൂറോളം ഞാനും അമ്മയും അടുത്തിരിക്കും. ഞാൻ ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ TV കാണും. അങ്ങനെ ഇരിക്കെ TV-യിൽ വന്ന സിനിമ ഞാനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ നായകൻ നായികയുടെ കവിളത്ത് ചുംബിച്ച് ഗുഡ് നൈറ്റ് പറയുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു പദ്ധതി രൂപപ്പെട്ടു. അന്ന് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു, ഗുഡ് നൈറ്റ്. അമ്മയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഗുഡ് നൈറ്റ് അമ്മ തിരിച്ചും പറഞ്ഞു. അന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഉറങ്ങി. അടുത്ത ദിവസങ്ങളിൽ ഗുഡ് നൈറ്റ് ആവർത്തിച്ചെങ്കിലും വേറെ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അടുത്ത ദിവസം ഞാൻ രാത്രി അമ്മയെ നോട്ട് എഴുതി കൊടുത്ത് കുറച്ച് സഹായിച്ചു. പിന്നെ അമ്മ കിടക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എണീറ്റ് എൻ്റെ റൂമിലേക്ക് പോയി. ഞാൻ എന്തോ മറന്നതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഹാളിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിന്നിരുന്ന അമ്മ എന്നെ നോക്കി. ഞാൻ അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ മിനുത്ത കവിളത്തൊരു ഉമ്മ കൊടുത്തു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് ഭയപ്പെട്ട് നിന്ന എന്നെ കുളിരണിയിച്ചുകൊണ്ട് ചെറിയൊരു പരിഭ്രമത്തോടെ അമ്മ എൻ്റെ കവിളിൽ തിരിച്ചു ചുംബിച്ചു. ഗുഡ് നൈറ്റ്. അമ്മയുടെ മുഖത്ത് ചെറിയ നാണം ഞാൻ ദർശിച്ചു. ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ റൂമിൽ കിടന്നു. അമ്മ ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മയുടെ റൂമിലേക്ക് പോയി. അന്ന് രാത്രി എൻ്റെ സ്വപ്നം മുഴുവൻ അമ്മയായിരുന്നു.
അടുത്ത ദിവസങ്ങളിലെല്ലാം അമ്മയുടെ കവിളുകൾ എൻ്റെ ചുംബനം സ്വീകരിച്ചു. അമ്മയുടെ അധരങ്ങളിലെ ചൂട് എൻ്റെ കവിളുകളും ആസ്വദിച്ചു. പതിയെ പതിയെ ഞങ്ങൾ അറിയാതെ തന്നെ ചുംബനങ്ങളുടെ എണ്ണം കൂടി. അമ്മയുടെ ഇരു കവിളുകളിലും എൻ്റെ ചുണ്ടുകൾ യഥേഷ്ടം അമർന്നു ചേരുമായിരുന്നു. അമ്മയും അമ്മയുടെ തിരിച്ചുള്ള ചുംബനങ്ങളുടെ എണ്ണത്തിൽ പിശുക്ക് കാണിച്ചില്ല. അതിനിടെ ഒരു ദിവസം ഞാനും അമ്മയും രാത്രി പിരിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതിവ് പോലെ അമ്മയുടെ കവിളിൽ ചുംബനങ്ങൾ അർപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് അമ്മയുടെ ബെഡ്റൂമിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞൊടിയിടയിൽ അമ്മ എന്നെ തള്ളി മാറ്റി. അച്ഛൻ വാതിൽ തുറന്ന് പുറത്തു വന്നു. ഉറക്കത്തിനിടയിൽ മൂത്രമൊഴിക്കാൻ എണീറ്റതാണ്. അച്ഛൻ ഹാളിൽ നിന്നും പോയപ്പോൾ അമ്മ കൈകൊണ്ട് ടാറ്റ തന്ന് എന്നെ യാത്രയാക്കി. ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, അമ്മ എന്നെ തള്ളി മാറ്റി എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അതെനിക്ക് അനുകൂലമാണ്. അങ്ങനെ ഒരു ബന്ധമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അമ്മയും എൻ്റെ വഴിക്ക് ചിന്തിച്ചു തുടങ്ങിയോ? എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കഴമ്പ് പുറത്തെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാത്രി ഞാൻ പതിവ് പോലെ അമ്മയുടെ അടുത്തിരുന്ന് പഠിച്ചു. 11 മണിയായപ്പോൾ അമ്മ പറഞ്ഞു, കിടക്കാം. ഞാനും എണീറ്റു. പിരിയുന്നതിന് മുമ്പ് പതിവുള്ള കിസ്സിനായി ഞങ്ങൾ ചേർന്ന് നിന്നു. കൈകൾ കോർത്ത് പിടിച്ച് പതിവില്ലാത്ത വണ്ണം ഞങ്ങൾ വളരെ ചേർന്ന് നിന്നിരുന്നു. അമ്മയുടെ ശരീരം എൻ്റെ ദേഹത്ത് ചെറുതായി മുട്ടി നിന്നിരുന്നു. ഞാൻ അമ്മയുടെ കവിളിൽ പല പ്രാവശ്യം അമർത്തി ചുംബിച്ചു. അമ്മ തിരിച്ച് എനിക്കും ചുംബനങ്ങൾ സമ്മാനിച്ചു. ഞാൻ നിർത്തിയില്ല. ഇന്നലത്തെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ കവിളിൽ വീണ്ടും ചുംബിച്ചു. അവസാനത്തെ ചുംബനം ഞാൻ അമ്മയുടെ ചുണ്ടിൻ്റെ അറ്റത്താണ് നൽകിയത്. അമ്മ എന്തെങ്കിലും എതിർപ്പ് പറയുമോ എന്ന ചിന്തയുണ്ടായെങ്കിലും അമ്മയുടെ മറുപടി എന്നെ അമ്പരിപ്പിച്ചു. അതിനെന്താ, നിനക്കിഷ്ടം പോലെ തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കവിളിൽ പല പ്രാവശ്യം ചുംബിച്ചു. പിന്നെ മതിയായോ, എങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും അകന്ന് പിരിഞ്ഞു. ഞാൻ റൂമിലേക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മയും ബെഡ്റൂമിലേക്ക് പോയി. രാത്രി കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, അമ്മയുടെ ചുണ്ടിൻ്റെ ചെറിയ സ്പർശനം ഇന്ന് ലഭിച്ചു. പക്ഷേ അതുപോരാ, നാളെ ആദരങ്ങൾ കൂടുതൽ സ്വന്തമാക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു. ചുംബനങ്ങൾ തീവ്രമാകുന്നു. അടുത്ത ദിവസം രാത്രി പതിവ് പോലെ ഞാനും അമ്മയും അത്താഴത്തിന് ശേഷം ബെഞ്ചിലിരുന്നു. ഞാൻ TV വെച്ചിരുന്നു. അമ്മ നോട്ട് എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ അമ്മയെ സഹായിക്കാനായി നോട്ടെടുത്ത് എഴുതി കൊടുത്തു. അപ്പോൾ കുറച്ച് സമയം അമ്മ TV കണ്ടുകൊണ്ടിരുന്നു. ഏതാണ്ട് 11:10 എഴുതി കഴിഞ്ഞു. ഞാൻ അമ്മയെ നോക്കിയപ്പോൾ കഴിഞ്ഞോ എന്ന് അമ്മ ചോദിച്ചു. ഞാൻ ബുക്ക് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് ഓടിച്ചൊന്ന് നോക്കി, പിന്നെ പറഞ്ഞു, കിടക്കാം. അത് കേട്ട് ഞാൻ TV ഓഫ് ചെയ്തു. എണീറ്റു. അമ്മയും എണീറ്റു. അമ്മ സാരിയിൽ തന്നെ ആയിരുന്നു. അമ്മയും ഞാനും ചേർന്ന് നിന്നപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ അമ്മയുടെ കൈകൾ പിടിച്ച് എന്നിലേക്ക് ചേർത്തു. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും വിട്ട് അമ്മയുടെ അരക്കെട്ടിൽ കൈവച്ചു. അമ്മ എതിർപ്പൊന്നും കാട്ടിയില്ല. മാത്രമല്ല, അമ്മയുടെ കൈകൾ എൻ്റെ തോളുകളിൽ വെച്ചു. ഞാൻ അമ്മയുടെ ഇരു കവിളുകളിലും ചുംബിച്ചു. പിന്നെ എൻ്റെ മുന്നിൽ കണ്ണുകൾ അല്പം കൂമ്പി നിന്നിരുന്ന അമ്മയുടെ ചുണ്ടിൽ മൃദുവായി ഒന്ന് മുത്തി. അമ്മയൊന്ന് വിറച്ചത് ഞാൻ അറിഞ്ഞു. അമ്മ കണ്ണ് തുറന്നു. ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്ന ഭാവത്തിൽ നിന്നിരുന്ന എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ ഭാവഭേദം കൂടാതെ എൻ്റെ ഇരു കവിളുകളിലും തിരിച്ച് ചുംബിച്ചു. പിന്നെ കോരി തരിപ്പിച്ച് മറുപടി എന്ന വണ്ണം എൻ്റെ ചുണ്ടിൽ അമ്മയുടെ ചുണ്ടമർന്നു. എൻ്റെ ഉള്ളിലൊരു വിറയലുണ്ടായി. അത് അമ്മ അറിയാതിരിക്കാൻ ഞാൻ പാടുപെട്ടു. അതിനാൽ ഞാൻ വേഗം തന്നെ പിന്മാറി എൻ്റെ റൂമിലേക്ക് തിരിഞ്ഞു. അമ്മ ലൈറ്റ് ഓഫ് ചെയ്യാനായി തിരിയുമ്പോഴും അമ്മയുടെ മുത്ത് മതി വന്നില്ലെന്ന ഭാവത്തിൽ ഞാൻ കണ്ടു. റൂമിൽ കിടക്കുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ വിചാരിച്ചു, ഇനിയും സമയമുണ്ടല്ലോ എന്ന്. അടുത്ത ദിവസം വൈകിട്ട് അമ്മ സ്കൂളിൽ നിന്നും വന്നപ്പോൾ നേരെ കുളിക്കാൻ കയറി. ഞാൻ മിക്കവാറും അമ്മ വരുന്നതിന് മുൻപേ എത്തുമായിരുന്നു. അമ്മ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ തോർത്തെടുത്ത് കുളിമുറിയിലേക്ക് കയറി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, സഞ്ജു,
നമുക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ശരി അമ്മേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ കുളിമുറിയിലേക്ക് കയറി. കുളി കഴിഞ്ഞ് എത്തിയപ്പോൾ അമ്മ നല്ലൊരു സാരി ഉടുത്തിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി ബൈക്ക് എടുത്ത് സ്റ്റാർട്ടാക്കി. അമ്മ പിറകിൽ കയറിയിരുന്നു. ബൈക്കിൽ കമ്പിയിൽ പിടിച്ചിരിക്കാറുള്ള അമ്മ എൻ്റെ തോളിൽ പിടിച്ചിരുന്നപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഞങ്ങൾ കൂടുതൽ അടുത്തതായി തോന്നി. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പതിവില്ലാതെ ഞങ്ങളുടെ ശരീരങ്ങൾ കൂടുതൽ കൂട്ടിയുരസിയിരുന്നു. അതൊക്കെ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചു. ജംഗ്ഷനിലെത്തിയപ്പോൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തന്ന് അതൊക്കെ വാങ്ങുമ്പോഴേക്കും ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ടെക്സ്റ്റൈൽസിലേക്ക് കയറി. ഞാൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മയും അവിടെ എത്തി. അമ്മയുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനും മറ്റും ഞാൻ അമ്മയെ സഹായിച്ചു. എത്രയും വേഗം 11 മണി ആകണേ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഞാനും അമ്മയും ബെഞ്ചിലിരുന്നു. ഞാനൊരു ബുക്ക് എടുത്ത് പിടിച്ചു. അമ്മയ്ക്ക് കാര്യമായി എഴുതാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ TV ഓണാക്കി ശബ്ദം കുറച്ചു വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂർക്കം വലി ഉയർന്നു കേട്ടു. ഞാൻ അമ്മയെ നോക്കി. അമ്മ എന്നോട് കിടക്കാം എന്ന് മെല്ലെ പറഞ്ഞു. ഞാൻ എണീറ്റ് അമ്മയുടെ അടുത്തേക്ക്, അമ്മ എൻ്റെ അടുത്തേക്ക്. ഇന്നലത്തെ അത്ര നെഞ്ചിടിപ്പ് എനിക്കില്ലായിരുന്നുവെങ്കിലും പരിഭ്രമം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയെ കയ്യിൽ പിടിച്ച് ചേർത്ത് മടി കൂടാതെ അമ്മ ചേർന്ന് നിന്നു. അമ്മയുടെ അരക്കെട്ടിൽ പിടിച്ച് ഞാൻ അമ്മയുടെ ഇരു കവിളുകളിലും അമർത്തി ചുംബിച്ചു. പിന്നെ നേരെ അമ്മയുടെ ചുണ്ടിൽ ചുണ്ടമർത്തി. അമ്മ അത് സ്വീകരിക്കുന്നുവെന്ന് മനസ്സിലായതോടെ ഞാൻ അമ്മയുടെ ചുണ്ടിൽ തെരെ ചുംബിച്ചു. ആദ്യ ആവേശം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അയഞ്ഞു. പിന്നെ അമ്മയുടെ ഊഴായിരുന്നു. എൻ്റെ തോളിൽ ബലമായി പിടിച്ചുകൊണ്ട് എൻ്റെ കവിളുകളിൽ ചുംബിച്ചു. പിന്നെ അല്പം നാണത്തോടെ എൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അമ്മയുടെ ചുംബനം പല കുറി ആവർത്തിച്ചു. അതോടെ ഞാനും അമ്മയെ അതേപോലെ തിരിച്ചു ചുംബിച്ചു. പലപ്പോഴും ഞങ്ങളുടെ ചുണ്ടുകൾ കോർത്തു. ആ ചുംബനം ഏതാനും മിനിറ്റോളം നീണ്ടു നിന്നു. ഇരുവർക്കും മതിയാകുന്നില്ല. പിന്നെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ പിരിഞ്ഞു. പരസ്പരം നോക്കിക്കൊണ്ട് ഞങ്ങൾ അകന്നു. പക്ഷേ ഞങ്ങൾ കൈകൾ കോർത്തു പിടിച്ചിരുന്നു. അമ്മ കൈ എത്തിച്ച് ലൈറ്റ് ഓഫാക്കി. പുറത്ത് കത്തുന്ന ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അമ്മയും ഞാനും കൈകോർത്ത് പിടിച്ച് ബെഡ്റൂമുകൾ ലക്ഷ്യമാക്കി നീങ്ങി. പിരിയാൻ പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും അമ്മയുടെ കൈ ചേർത്ത് പിടിച്ച് അമ്മേനെ അമർത്തി ചുംബിച്ചു. ഗുഡ് നൈറ്റ് അമ്മ പറഞ്ഞു. അമ്മയുടെ ശരീരം എന്നിലേക്ക് അമർത്തി ചുണ്ടിൽ അമർത്തി ചുംബിച്ചിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ബെഡ്റൂമിലേക്ക് നീങ്ങി. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ രാത്രിയാകാനുള്ള ആഗ്രഹമായിരുന്നു. കുളി കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ പതിവ് പോലെ ബ്ലൗസിലും അടിപ്പാവാടയിലും ആയിരുന്നു. ഞാനത് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അമ്മ വിളിച്ചു, സഞ്ജു, ഞാൻ ബാത്റൂമിൽ കഴുകി വെച്ച തുണിയെല്ലാം അഴയെ വിരിച്ചിടണേ. ശരി അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ ശരീരത്തിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് തോർത്തെടുത്ത് കുളിമുറിയിലേക്ക് നീങ്ങി. ആദ്യം തന്നെ ഞാൻ ബക്കറ്റിൽ നോക്കി. അതിലാകെ കുറച്ച് തുണികളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതെടുത്ത് അഴയിൽ വിരിച്ചിട്ടു. ഞാൻ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ സാരി ഞൊറിഞ്ഞൊടുക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ, സഞ്ജു, ഈ സാരി ഞൊറികളൊന്ന് പിടിച്ചു തന്നേ. ഞാൻ അമ്മയുടെ മുന്നിലെത്തി മുട്ടുകുത്തി താഴത്ത് നിന്നും അമ്മയുടെ സാരി ഞൊറികൾ പിടിച്ചു കൊടുത്തു. പിന്നെ മുകളിലേക്ക് നോക്കിയപ്പോൾ അമ്മ സാരിത്തലപ്പ് കൊണ്ട് മാറിടം മറച്ചിട്ടില്ല. സാരിത്തലപ്പ് ബ്ലൗസിനിടയിൽ കൂടെ വെറുതെ ഇട്ടിരിക്കുകയാണ്. അവിടെ കണ്ണുടക്കിയപ്പോൾ അമ്മയുടെ മുഖത്ത് നാണത്തിൽ കുതിർന്ന പുഞ്ചിരി ഞാൻ ദർശിച്ചു. എന്നിലും പുഞ്ചിരി വിടർന്നു. സാരി അമ്മ നേരെ ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നിന്നു. മോനു, എനിക്ക് പോകാൻ സമയമായി, വൈകിട്ട് കാണാം. പതിവില്ലാതെ അമ്മയുടെ യാത്ര പറച്ചിൽ ഞാനും വിട്ടുകൊടുത്തില്ല. ബൈ സ്വീറ്റ് മോം, ബൈ സ്വീറ്റ് മോനു. അമ്മ മാറത്തെ സാലിത്തരപ്പ് നേരെയാക്കി പുറത്തേക്കിറങ്ങി. പിന്നെ അനിയൻ്റെയും അച്ഛൻ്റെയും കൂടെ ബൈക്കിൽ യാത്രയായി. അപ്പോഴും അമ്മയുടെ കണ്ണുകൾ എന്നെ അന്വേഷിച്ചിരുന്നു. ഞാനും ഡ്രസ്സ് മാറി കോളേജിലേക്ക് യാത്രയായി. അന്ന് വൈകിട്ട് 3:30 ആയപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് മടങ്ങിയെത്തി. 4:20 ആയപ്പോൾ അമ്മയും അച്ഛനും എത്തി.
ആദ്യം അകത്തേക്ക് കയറി വന്ന അമ്മ എന്നെ കൈകൊണ്ട് ഹായ് കാണിച്ചു. ഞാൻ തിരിച്ചു. പിന്നെ പതിവ് ഗൗരവത്തിൽ അകത്തേക്ക് പോയി. അച്ഛനും അനിയനും സമീപത്തുള്ളപ്പോൾ അമ്മ എന്നോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും കാണിച്ചിരുന്നില്ല. ഞാനും തിരിച്ചങ്ങനെ തന്നെ. ചായ കുടിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മ സാരി മാറ്റി. ബ്ലൗസിലും അടിപ്പാവാടയിലും തോർത്തെടുത്ത് കുളിമുറിയിലേക്ക് പോയി. ഞാൻ തോർത്തെടുത്ത് അമ്മ ഇറങ്ങി വരാൻ കാത്തു നിന്നു. അമ്മ കുളിച്ചിറങ്ങിയത് പതിവില്ലാതെ നൈറ്റി അണിഞ്ഞാണ്. അമ്മ പുറത്തു വന്നപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. അതിനിടെ ഞങ്ങളുടെ കണ്ണുടക്കി ചെറു പുഞ്ചിരി കൈമാറി. അന്ന് രാത്രിയും ചപ്പാത്തി പരത്തിക്കൊടുത്ത് ഞാൻ അമ്മയെ സഹായിച്ചു. ഇപ്പോൾ എല്ലാ വീട്ടുജോലിയിലും ഞാൻ അമ്മയെ സഹായിക്കാൻ തുടങ്ങിയിരുന്നു. രാത്രി അത്താഴം കഴിച്ച് കഴിഞ്ഞ് അനിയൻ ഉറങ്ങാൻ കിടന്നു. ഞാൻ ബുക്കെടുത്ത് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അച്ഛനും ബെഡ്റൂമിലേക്ക് നീങ്ങി. അപ്പോൾ അമ്മയുടെ നോട്ട് എഴുതുന്ന ബുക്കുകളെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വന്നു. ഞങ്ങൾ അടുത്തടുത്തിരുന്നു. അമ്മയ്ക്ക് കാര്യമായൊന്നും എഴുതാനുണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ TV ഓണാക്കി ചെറിയ ശബ്ദത്തിൽ വെച്ചു. അച്ഛൻ്റെ ബെഡ്റൂമിലെ ലൈറ്റ് ഓഫായപ്പോൾ വെറുതെ TV നോക്കിയിരുന്ന അമ്മയുടെ കൈ പിടിച്ച് ഞാൻ വിരലുകൾ കോർത്തു. അമ്മ എന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഞാനും ഞങ്ങൾ കൈകൾ കോർത്തു പിടിച്ചിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നു. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞ് കാണും. അച്ഛൻ്റെ താളത്തിലുള്ള കൂർക്കമ്പലി കേട്ടപ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് അമ്മ അമർത്തി. അമ്മ എൻ്റെയും. ഞങ്ങൾ എണീറ്റ് ഇരുവരുടെയും ആഗ്രഹങ്ങൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഞാൻ അമ്മയെ അരക്കെട്ടിൽ പിടിച്ച് ചേർത്തു. പതിവ് പോലെ ചുംബനം കൈമാറി. തീവ്ര ചുംബനത്തിന് ശേഷം ഞങ്ങൾ മെല്ലെ അകന്നു. ഇരുവരും ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതപ്പോടമ്മ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഞാനും ഗുഡ് നൈറ്റ് പറഞ്ഞു. വീണ്ടും മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ വേർപിരിഞ്ഞ് ബെഡ്റൂമിലേക്ക് നീങ്ങി. അമ്മയുടെ ലാവണ്യം ആസ്വദിക്കപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ എനിക്ക് അമ്മയുടെ നറു പുഞ്ചിരി സമ്മാനമായി കിട്ടി. അമ്മ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അമ്മയുടെ പാവാടക്കെട്ടിൻ്റെ കീഴെ എത്തി. മുടി കോതിക്കൊണ്ട് നിന്ന് അമ്മയുടെ അടുത്തെത്തിയപ്പോൾ വേഗം കുളിച്ചിട്ട് വാ, തുണികൾ വിരിച്ചിടാൻ മറക്കണ്ട എന്ന് അമ്മ പറഞ്ഞു. ഞാൻ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ബക്കറ്റിൽ കഴുകിയ തുണികൾ, ബ്ലൗസ്, ബ്രാ, പാവാട, പുതിയൊരു ഡിസൈനർ ഇന്നർ. അപ്പോൾ അമ്മ ഇന്നലെ രാത്രി ഇതാണ് ഇട്ടത്. അമ്മ രാവിലെ അണിഞ്ഞിരുന്നത് അമ്മ തന്നെ കഴുകി അഴയിൽ വിരിച്ചിരുന്നു. ഈ പുതിയ സാധനം ഞാൻ കാണാൻ തന്നെ വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതെടുത്ത് അഴയിൽ വിരിച്ചിട്ടു. കുളി കഴിഞ്ഞ് വേഗം തിരിച്ചു വന്നു. അമ്മ ബെഡ്റൂമിൽ സാരി ഉടുത്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ റൂമിൽ നിന്നും റെഡിയായി ഇറങ്ങിയതോടെ അമ്മയുടെ ബെഡ്റൂമിൽ കയറി മുട്ടുകുത്തിയിരുന്ന് അമ്മയുടെ സാരിഞ്ഞൊറികൾ പിടിച്ചു കൊടുത്ത് മുകളിലേക്ക് നോക്കി എനിക്ക് ദർശന സൗഭാഗ്യം നൽകിക്കൊണ്ട് അമ്മ സാരിത്തലപ്പ് മാർത്തു നിന്നും മാറ്റി ഞൊറിഞ്ഞു. അമ്മയുടെ ഒതുങ്ങിയ വയറ് മുഴുവനായും എൻ്റെ മുന്നിൽ തിളങ്ങി നിന്നു. എൻ്റെ നോട്ടം കണ്ട് അമ്മയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അമ്മ വേഗം തന്നെ സാരി ഉടുത്ത് കഴിച്ചു. പിന്നെ എൻ്റെ കവളിൽ തഴുകി. ബൈ സ്വീറ്റ് മോനു എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഞാൻ ബൈ സ്വീറ്റ് മോം അമ്മയുടെ പുറകിൽ നിന്നും പറഞ്ഞു. അമ്മയൊന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ പുറത്തേക്കിറങ്ങി. ഞാൻ റെഡിയാകാനായി എൻ്റെ റൂമിലേക്ക് കയറി. വൈകിട്ട് പതിവ് പോലെ ഞാൻ നേരത്തെ എത്തി. ഞാൻ അമ്മ വരാൻ വെയിറ്റ് ചെയ്തു. 4 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്നെത്തി. അമ്മ അച്ഛൻ കാണാതെ എന്നോട് കൈകൊണ്ട് ഹായ് കാണിച്ചു. അച്ഛനുണ്ടായിരുന്ന കാരണം ഞാൻ തിരിച്ചൊന്നും കാണിച്ചില്ല. അമ്മ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ അമ്മ ഇറങ്ങാൻ കാത്തു നിന്നു. അമ്മ ഇറങ്ങിയപ്പോൾ ഞാൻ കയറി. അമ്മ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പ്രതീക്ഷിച്ച പോലെ മറ്റേത് മുകളിൽ തന്നെയുണ്ട്. അമ്മ അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ ഞാനും സഹായിക്കാനെത്തി. അതിനിടയിൽ ആരും കാണാതെ ഞങ്ങൾ ഗൂഢസ്മിതങ്ങൾ കൈമാറി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിവ് പോലെ ബുക്കുകളുമായി ഡൈനിങ് ടേബിളിൽ ഇരിപ്പുറപ്പിച്ചു. അമ്മയ്ക്ക് കുറച്ച് നോട്ടുകൾ തയ്യാറാക്കാനുണ്ടായിരുന്നു. ഞാൻ ശല്യപ്പെടുത്താതിരുന്ന് എൻ്റെ ബുക്കുകൾ വായിച്ചു. അല്പം കഴിഞ്ഞ് അച്ഛൻ്റെ കൂർക്കമ്പലി കേട്ടു. അമ്മ എഴുതി കഴിഞ്ഞിരുന്നില്ല. അമ്മേ, ഞാൻ എഴുതി തരണോ? ഞാൻ ചോദിച്ചു. വേണ്ട മോനു, കഴിഞ്ഞു. അമ്മ എഴുതിക്കറിയാറായിരുന്നു. അമ്മ എഴുത്ത് അവസാനിപ്പിച്ച് ബുക്കടച്ചു. പിന്നെ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മോനു, ദാ വരുന്നേ
എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അമ്മയുടെ ബെഡ്റൂമിലേക്ക് പോയി. എനിക്കത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇന്ന് ചുംബനമില്ലേ എന്ന് സംശയിച്ച് ഞാൻ എണീറ്റ് നിന്നു. അപ്പോൾ എന്നെ ത്രസിപ്പിച്ചുകൊണ്ട് അമ്മ ബെഡ്റൂമിൽ നിന്നും പുറത്തു വന്നു. അമ്മയുടെ ശരീരത്തിൽ ബ്ലൗസും അടിപ്പാവാടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ സാരി അഴിച്ചു മാറ്റിയിരുന്നു. അമ്മയുടെ കാമോദീപകമായ രൂപം എൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്നു. അമ്മ ബെഡ്റൂമിൻ്റെ വാതിൽ ചാരി എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അമ്മയെ ചേർത്ത് കവിളിൽ ചുംബിച്ചു. പിന്നെ ചുണ്ടിൽ അമ്മയുടെ തിരിച്ച് മൃദുവായ ചുംബനങ്ങൾ നൽകി. മോനു, ലൈറ്റ് ഓഫാക്ക്. അമ്മയുടെ പതിയെയുള്ള മൊഴി. ഞാൻ കൈ നീട്ടി ലൈറ്റ് ഓഫാക്കി. ഞങ്ങൾ കൈ കോർത്തു പിടിച്ച് ഹാളിൻ്റെ നടുഭാഗത്തേക്ക് നീങ്ങി. പിന്നെ ആവേശത്തോടെ പരസ്പരം പുണർന്നു. ഇത്തവണ പതിവായുള്ളത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളുടെ തുടക്കം എന്ന നിലയിൽ ചിലതൊക്കെ നടന്നു. ഒടുവിൽ കനത്ത കിതപ്പോടെ ഞങ്ങൾ വേർപിരിഞ്ഞു. അരണ്ട വെളിച്ചത്തിൽ അമ്മയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം കിതപ്പോടെ ഞമ്മ പറഞ്ഞു ഗുഡ് നൈറ്റ്. പിന്നെയും ഞങ്ങൾ കെട്ടിപ്പിടിച്ച് വീണ്ടും ചുംബിച്ചു. പിന്നെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ വേർപിരിഞ്ഞ് ബെഡ്റൂമിലേക്ക് പോയി. അടുത്ത ദിവസം പതിവ് പോലെ ഞാൻ വൈകിയാണ് എണീറ്റത്. അമ്മ കുളി കഴിഞ്ഞ് മുടി കോതിക്കൊണ്ട് നിന്നിരുന്നു. അമ്മയുടെ അടുത്തെത്തി അമ്മയുടെ പാവാടക്കെട്ടിനടിയിൽ നോക്കി നിന്നു. നോക്കാൻ എനിക്ക് മടി തോന്നിയില്ല. അമ്മ എന്നെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ അംഗലാവണ്യം നോക്കി രസിച്ചു. പെട്ടെന്ന് ആളനക്കം ഉണ്ടായപ്പോൾ അമ്മ പറഞ്ഞു, മോനു പോയി കുളിക്കടാ. ഞാൻ വേഗം തന്നെ പിന്മാറി. അന്ന് വൈകിട്ട് ഞാൻ നേരത്തെ എത്തി. 4:30 ആയപ്പോൾ അമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു. അമ്മ തനിച്ചായിരുന്നു. അമ്മ എന്നെ കണ്ടുടനെ ഹായ് എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചു. ഞാനും ഹായ് പറഞ്ഞു. പിന്നെ പുറത്തേക്ക് നോക്കി. അവരാരും വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അയച്ചിരിക്കുക എന്ന് പറഞ്ഞ് അമ്മ മുൻവാതിൽ അടച്ച് ബെഡ്റൂമിലേക്ക് കയറി. ഞാനും അമ്മയുടെ പിന്നാലെ ബെഡ്റൂമിലേക്ക് കയറി. അവർ വേഗം തന്നെ വരുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവർ വരാൻ കുറച്ച് സമയമെടുക്കും. അമ്മ സാരി അഴിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു, എന്താ നിനക്ക് കിസ് വേണോ? ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അമ്മയെ നോക്കി. അമ്മ എന്നെയും. അമ്മ ബ്ലൗസിലും പാവാടയിലുമായി കഴിഞ്ഞിരുന്നു. വേണോ? അമ്മ വീണ്ടും ചോദിച്ചു. വേണം, ഞാൻ ഉറപ്പിച്ചു. എന്നാ വാ. അമ്മ കൈകൾ നീട്ടി. ഞാൻ ഞൊടിയിടയിൽ അമ്മയുടെ അടുത്തെത്തി. അമ്മയെ പുണർന്നു. അമ്മ എൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. ഇതൊന്നും കൊണ്ട് ഞങ്ങളിപ്പോൾ പൂർണ്ണ തൃപ്തരായിരുന്നില്ല. കുറച്ചു നേരത്തെ മുത്തുകവ് പരിപാടിക്ക് ശേഷം അമ്മ എന്നെ തള്ളി മാറ്റി പറഞ്ഞു, മതി, അവർ വരും, ഞാൻ വേഗം ഒന്ന് കുളിക്കട്ടെ. അമ്മയുടെ പേടി എനിക്ക് മനസ്സിലായി. അമ്മ കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സും എടുത്ത് കുളിമുറിയിലേക്ക് കയറുന്നത് ഞാൻ നോക്കി നിന്നു. ഓളം വെട്ടുന്ന കനത്ത പിന്നഴകിൽ എൻ്റെ മിഴികൾ തറച്ചു നിന്നു. അല്പം കഴിഞ്ഞ് അമ്മ പുറത്തു വന്നു. അമ്മ ഇളനീല നൈറ്റിയാണ് അണിഞ്ഞിരുന്നത്. അമ്മ ഇറങ്ങിയപ്പോൾ ഞാൻ കുളിമുറിയിലേക്ക് കയറി. അമ്മയുടെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഞാൻ പതിവ് പോലെ കുളിക്കാൻ പോയി. ഇതെന്നാണ് മതിവരുവോളം കിട്ടുക എന്നാണ് എൻ്റെ മനസ്സിലുയർന്ന ചോദ്യം. കിസ്സിങ് ഓക്കെ ആയി കഴിഞ്ഞു. ഗുഡ് നൈറ്റ് കിസ് വഴിമാറി കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ട് കിട്ടിയ ചുംബനങ്ങൾ ഒരു പ്രത്യേക കാരണവും കൊണ്ട് കിട്ടിയതല്ല. അത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അതോടെ ഏത് സമയത്തും അമ്മയെ കിസ് ചെയ്യാനുള്ള അനുമതിയാണ് അമ്മ എനിക്ക് നൽകിയത്. കിസ്സിങ് മാത്രം പോരാ, ഇന്ന് രാത്രി കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിൽ കരുതി ഞാൻ വേഗം കുളി കഴിഞ്ഞിറങ്ങി. വൈകിട്ട് പതിവ് പോലെ ചപ്പാത്തി പരത്തിയും ഉള്ളി വാട്ടിയും ഞാൻ അമ്മയെ സഹായിച്ചു. അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ ബെഞ്ചിലിരുന്നു. അമ്മയ്ക്ക് കാര്യമായി ഒന്നും എഴുതാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ TV ഓൺ ചെയ്ത് ശബ്ദം കുറച്ചു വെച്ചു. അമ്മയുടെ കൈകൾ കോർത്തു പിടിച്ച് ഞങ്ങൾ TV കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂർക്കമ്പലി ഉയർന്നു. ഞങ്ങളുടെ സമയമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനും അമ്മയും പതിയെ എണീറ്റ് കണ്ണിൽ നോക്കിയപ്പോൾ അമ്മയുടെ മുഖത്ത് ചെറുനാണം ഞാൻ കണ്ടു. കെട്ടിപ്പുണർന്ന് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് കൂർക്കമ്പലി നിന്നപ്പോൾ ഞങ്ങൾ ജാഗരൂകരായി. അച്ഛൻ എണീറ്റോ എന്ന സംശയം. അമ്മ പെട്ടെന്ന് വിട്ടകന്നു.
മോനു പൊക്കോ, ഞാൻ അച്ഛനെ നോക്കട്ടെ. അമ്മ പതിയെ പറഞ്ഞു. ശരി അമ്മേ, ഗുഡ് നൈറ്റ് സുന്ദരി അമ്മേ. അമ്മ പതിയെ അമ്മയുടെ ബെഡ്റൂമിലേക്ക് കയറി. ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്കും പോയി. അടുത്ത ദിവസം വൈകിയാണ് എണീറ്റത്. പതിവ് പോലെ അമ്മ ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ നനുത്തൊരു പുഞ്ചിരി സമ്മാനമായി കിട്ടി. അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആരും ഹാളിലില്ല. വീണ് കിട്ടിയ ഈ ഒരു ചെറിയ സമയത്തും അമ്മ എനിക്ക് വേണ്ടതൊക്കെ നൽകി. ശേഷം ബൈ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അമ്മ ബാഗ് എടുത്ത് പുറത്തേക്ക് പോയി. വൈകിട്ട് കോളേജിൽ നിന്ന് നേരത്തെ വന്നു. അമ്മയെ കുറച്ച് സമയം ഒറ്റയ്ക്ക് കിട്ടുമെന്ന് കരുതിയത് അച്ഛനും അമ്മയും അനിയനും ചേർന്ന് വന്നതോടെ ഇല്ലാതായി. എൻ്റെ നിരാശ മുഖത്ത് കണ്ട അമ്മയ്ക്ക് ചിരി വന്നിരുന്നു. ശേഷം ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ അത്താഴത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ അമ്മയെ നല്ലവണ്ണം സഹായിച്ചു കൊടുത്തു അമ്മയ്ക്ക്. അത് വളരെ ആശ്വാസമായിരുന്നു. വൈകിട്ട് അത്താഴം കഴിക്കുമ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ ചെറിയ സംസാരം ഉണ്ടായത് ഞാൻ ശ്രദ്ധിച്ചു. ചേട്ടൻ ഈയിടെ കൂർക്കമ്പലി കൂടുതലാ. ആണോ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്തറിയാനാ? ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തറിയാനാ? എൻ്റെ ഉറക്കം പോകും. അതിനിപ്പോൾ എന്താ വഴി? അല്ലെങ്കിൽ നീ വേറെ റൂമിൽ കിടക്ക്. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ ചിലപ്പോൾ ഈ 3ാമത്തെ ബെഡ്റൂമിൽ വന്ന് കിടക്കും. അത് സാരമില്ല, നീ കിടന്നോ, ഉറക്കം കളയണ്ട. അമ്മയുടെ സംഭാഷണം കേട്ട എൻ്റെ തലയിൽ അമ്മയുടെ പദ്ധതി തെളിഞ്ഞു. ഞങ്ങൾക്ക് കൂടുതൽ പ്രൈവസി കിട്ടും എന്ന് മനസ്സിലായി. പരസ്പരം ഇഴുകിച്ചേരാനൊരു സ്ഥലമായി. അന്ന് അച്ഛൻ്റെ കൂർക്കമ്മലി കേൾക്കാൻ ഞാനും അമ്മയും കൊതിച്ചിരുന്നു. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. TV ചെറിയ ശബ്ദത്തിൽ വെച്ചു ഞങ്ങൾ കാത്തിരുന്നു. കൂർക്കമ്മലി കേട്ടതോടെ ഞങ്ങൾ തയ്യാറായി. അമ്മ എഴുന്നേറ്റ് അമ്മയുടെ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ എണീറ്റ് ഷർട്ട് അഴിച്ചു മാറ്റി ലൈറ്റ് ഓഫ് ചെയ്തു. അമ്മ ഉടനെ തന്നെ തിരിച്ചെത്തി. നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോയാലോ? അമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിടർന്നു. അപ്പം ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം നമ്മുടെ ജൂലൈ സ്പെഷ്യൽ ടെലിഗ്രാം ചാനലിലാണ് ഇടുന്നത്. വേണ്ടവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ വന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണേ. നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.